ഹലോ, കുറേ ദിവസങ്ങൾക്ക് ശേഷമാണല്ലേ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. ഈ വീഡിയോ തന്നെ ഒരു മാസം മുന്നിലെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് പോലും ദേ ഇപ്പോഴാണ്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോയായിരുന്നു. അതിനിടയ്ക്ക് നാട്ടിൽ പോകുന്നതിന് മുമ്പ് അച്ഛനമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഷോർട്സിലൊക്കെ ഞാൻ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയുന്നത് വിചാരിക്കുന്നു. അപ്പോൾ അച്ഛനമ്മയും വന്ന് കുറച്ച് ദിവസം ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവരുടെ കൂടെ നമ്മൾക്കും പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ ശരിക്ക് നാട്ടിൽ തന്നെ ആയി എന്ന് പറയാം. ഒരു 2 ആഴ്ചത്തോളം വരാൻ പറ്റാതെയായി. അറിയായിരിക്കും, ആദ്യക്ക് വയ്യാതെ ആയതും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് സെറ്റായി വരാൻ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ മഴയും സൈക്ലോണൊക്കെ ആയിട്ട് അതും നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും ഒരു മാസം മുന്നിലെ വീഡിയോ, അതായത് അച്ഛനമ്മയും വരുന്ന ആ സമയത്തുള്ള വീഡിയോ ആയിരുന്നേ. ഈ വീഡിയോ ഒരു ദിവസത്തെ വിശേഷങ്ങളായിരുന്നു കേട്ടോ. എല്ലാം കറക്റ്റായി എടുത്ത് വെച്ചതായിരുന്നു. എങ്ങനെയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് പോയിരിക്കണം. കുറച്ചെന്തേ എനിക്ക് കിട്ടിയതുള്ളൂ. പോയത് പോട്ടെ, എന്നാലും കുഴപ്പമില്ല, ഉള്ളതെങ്കിലും അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരുന്ന് എഡിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് ആദ്യം സ്കൂളിൽ പോയിട്ടില്ല. എന്താണ് കുട്ടി? വെറുതെ ഇവളോട് ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞത്, അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞത് മിനിഞ്ഞാന്ന് നമ്മൾ ബാഹുബലിക്ക് പോയായിരുന്നു. ബാഹുബലിക്ക് പോയപ്പോൾ മിനിഞ്ഞാന്നല്ലേ പുലർച്ചെ 4 മണിക്കാണ് വീടെത്തിയിട്ടാ. അപ്പോൾ അതിൻ്റെ ടയർഡ്നെസ് ആണ് ഇന്ന് എന്ന് പറയുന്നുണ്ടായിരുന്നു. മിനിഞ്ഞാന്നത്തെ ക്ഷീണം ഇനിയും വിട്ടിട്ടില്ല. 10 മണി മുതൽ ഇന്ന് 7 മണി വരെ കൂർക്കം വലിച്ച് ഉറങ്ങിയിട്ട് നമ്മൾക്ക് ഇല്ല ഗൈസ്, ഞാൻ കൂർക്കം പറ്റില്ല. ഭയങ്കര ഇവള് വരെ ഇപ്പം നുണച്ചിപ്പാറുമായിട്ടുണ്ട്. ഈ അമ്മൻ്റെ അല്ല മകള്. ഞാനാണെച്ചാൽ കുഴിമടിച്ചാണ്. എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല, വീഡിയോ ചെയ്യാൻ ഇത്തിരി മടിയില്ല. ഏട്ടൻ പറയുന്ന പോലെ എന്താ വീഡിയോ ചെയ്യാത്ത വരൂ. അപ്പോൾ ഞാൻ കുഴിമടിച്ചി ആയിട്ടുണ്ട് എന്ന് പറയും. ഏട്ടൻ ഇന്ന് ഓഫീസ് പോകണം കേട്ടോ. തേഴ്സ്ഡേക്കാണ് പോകാറുള്ളത്. അതായത് വീക്കിലി വൺസേ പോവുള്ളൂ. ഇന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ആദ്യം ഉള്ളത് കൊണ്ടേ വീഡിയോ എടുക്കാൻ ഒരാളുണ്ടല്ലോ, അല്ലെ പിന്നെ ഞാൻ തന്നെ വെച്ചെടുക്കണ്ട. പിന്നെ ആദ്യം ഹെൽപ്പ് ചെയ്യല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ശരി എന്നാൽ പിന്നെ ഒന്ന് വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ എനിക്ക് വെച്ച് കിച്ചണിൽ കുക്കിംഗ് വീഡിയോസൊക്കെ എനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ട്രൈപോഡിലൊക്കെ വെച്ചിട്ട് എടുക്കും, റിംഗ് ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. എന്നാലും ചില സമയങ്ങളിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. ഇത് ഫോണും പിടിച്ച് ഇങ്ങനെ നടക്കണ്ടല്ലോ, ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് പഠിക്കും. എന്നിട്ട് ഞാൻ പഠിക്കല്ലേ ഗൈസ്, ഇറ്റ്സ് പ്രോജക്ട്സ് കഴിഞ്ഞോ? നോക്ക് എത്ര ഉണ്ടാക്കിണ്ട 10 പേജസ്. ഏട്ടൻ റെഡിയായി ഓഫീസിൽ പോകാനായിട്ട് അല്ലേ. ലഞ്ച് കഴിക്കാനൊന്നും ആളില്ല. ഇതേ സമയം 11 മണിയാണ്. എവിടെ വാച്ച് കാണുന്നില്ല. 11 മണിയാണ് കേട്ടോ. ബൈ. അപ്പോൾ ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ മീൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം ഉണ്ടല്ലോ, അപ്പം ഇന്ന് ഉണക്ക ചെമ്മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇല്ല അത് ഇവിടെ ലാലേട്ടൻ്റെ പാട്ടോടുണ്ട്. കോപ്പറേറ്റ് വരുമോ? തെറ്റി. ഓഫീസിൽ പോയ ആള് എവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഫോൺ മറന്നു പോലും. ബൈ. കുറച്ചുകൂടെ വേണം തോന്നുന്നു അല്ലേ? മതിയാ മീന്? കുറച്ചുകൂടെ വയ്ക്കാം. ഹായ് ഗായ്സ്, എന്താ ചെയ്യണേ? ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് മടക്കി വെച്ചുകൂടാതെ. തുണി മടക്കി വെച്ചിട്ടില്ല ഗായ്സ്. അത് അമ്മനെ കുറച്ച് പണിയൊക്കെ ചെയ്യണം. ഞാൻ ഗായ്സ് നമ്മുടെ ചെടീസ് കണ്ടോ, നല്ല എസ്തറ്റിക് ആയിട്ടില്ലേ ഗായ്സ്. എൻ്റെ മെഹന്തീസ് എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണ് അമ്മ നന്നായിട്ട് ഇട്ടത്, അല്ലെങ്കിൽ കുളമാക്കി തരും എപ്പോഴും. സോ നോ അല്ലേ? എന്തൊരു വെയിലാണ് ഗൈസ്, കാണിച്ചു തരാം. എന്തൊരു വെയിലാണ് കണ്ടോ. ഇവിടെ എപ്പോഴും ഇങ്ങനെ പാട്ടുണ്ടാവും കേട്ടോ. വൈകുന്നേരം, രാവിലെയും വൈകുന്നേരങ്ങളിലും എപ്പോഴും പറയുന്നത് തന്നെയാണ്.
ഡിവോഷൻ സോങ്സ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ കിച്ചണിൽ പണി ചെയ്യുക, ഇവിടെ എന്തെങ്കിലും ഗാർഡനിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ തമിഴ് പാട്ട് ഓടും, മലയാളം ഓൾഡ് സോങ്സ് ഓടും, അങ്ങനെ 80s സോങ്സ് വരും. അല്ലാതെ നമ്മൾ കൂടുതൽ 80s ആണ് കേൾക്കാറുള്ളത്. അങ്ങനെയാണ് ആദ്യം പാട്ടുകളെല്ലാം പഠിച്ചത്. അടി നെഞ്ചിൽ എന്നോട് വാസോ എന്നെ ഏതേതോ പണ്ണതടി. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ വോയിസ്? കണ്ടില്ല. അപ്പൊ മാങ്ങ നല്ല രീതിക്ക് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല രീതിക്ക് വെന്ത് നല്ല തിക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണം. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ ഇളക്ക്. വെള്ളത്തിന്റെ അളവ് നോക്കിയിട്ട് എത്രത്തോളം തിക്ക് വേണം അതിനനുസരിച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ ലൂസാക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ വേറെ കുഴിമടിച്ച് ആവുന്നുണ്ട് ഗൈസ്. എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടി. ഡെയിലി പറയുന്നുണ്ട് ലോങ് വീഡിയോ എന്താ ചെയ്ത, യൂട്യൂബിന്റെ കാര്യം മറക്കരുത്, നമ്മൾക്ക് മോണിറ്റൈസേഷൻ ആവണം, കുറച്ച് കഷ്ടപ്പെടണം എന്നൊക്കെ പറയുന്നു. എന്താ അറിയില്ല, വീഡിയോ എടുക്കുന്നത് ഓക്കെ. ഇപ്പൊ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇപ്പം ഈസിയാണ്, അത് വളരെ ലെങ്ത്തും കുറവാണ്. പക്ഷെ ലോങ് വീഡിയോ എടുക്കുമ്പോൾ അത് വലിയ വീഡിയോ എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ ചെയ്യണം. അയ്യോ, ഇപ്പൊ തന്നെ മടി പിടിച്ചു ഗൈസ്. അപ്പൊ എങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തും? നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മൾക്കൊരു ആഗ്രഹമുണ്ട്, ഒരു സ്വപ്നം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ അവിടെ മടി കാണിക്കരുത് അല്ലേ. കഷ്ടപ്പെട്ടാൽ മാത്രമേ അവിടെ വിജയം കാണുള്ളൂ. കഷ്ടപ്പെടാതെ ഒന്നും നേടി ചരിത്രമില്ല. കഷ്ടപ്പെടുക നല്ല രീതിക്ക്. ആ ഫേസ്ബുക്കിൻ്റെ കാര്യം പറയണം കേട്ടോ. ഫേസ്ബുക്ക് നമ്മൾക്ക് എന്തായാലും ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു അല്ലേ, ഷോർട്സിലല്ല സ്റ്റോറി ആയിരുന്നു പിക്കാ. ഫേസ്ബുക്കിൽ നമുക്ക് സ്റ്റാഴ്സ് ഓപ്പൺ ആയിട്ട് എന്നാലും 7K. ഓ, ഇന്ന് 5-ാം തീയതിയാണല്ലേ, നവംബർ 5 കഴിഞ്ഞ മാസം 5-ാം തീയതി ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഒക്ടോബർ 5 ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തത്. കറക്റ്റ് 1 മന്ത്. ഇന്ന് 5-ാം തീയതിയാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് 1 മന്തിൽ സ്റ്റാർസ് കിട്ടി കേട്ടോ. 7K ഫോളോവേഴ്സ് ആയിട്ടുണ്ട് പെട്ടെന്ന്. അതായത് പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 5-6 വീഡിയോസ് നല്ല റീച്ച് കിട്ടി കേട്ടോ. ഒക്കെ 200K 100K അങ്ങനെ കുറേ വീഡിയോസ് നല്ല റീച്ച് വന്നേ. അപ്പോൾ നമുക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറി. ഇനി കുറച്ചുകൂടെ ടൂൾസ് ഓപ്പൺ ആവാനുണ്ട്. കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയിട്ടില്ല. സ്റ്റാഴ്സും സബ്സ്ക്രിപ്ഷനൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഞാൻ സെറ്റപ്പ് കൊടുത്തിട്ടില്ല, അങ്ങനെ വെച്ചിട്ടുണ്ട്. ഏർണിങ്സിൻ്റെ അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് പോരല്ലോ, നമ്മുടെ മെയിൻ കണ്ടന്റ് മോണിറ്റൈസേഷൻ സെറ്റ് ആവണ്ടേ. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ കുഴിമടി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതായിരുന്നേ. ഇടയ്ക്കൊക്കെ ഭയങ്കര മടി പിടിച്ചതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ ഈ ഫേസ്ബുക്കിൻ്റെ കാര്യം എടുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ ഫേസ്ബുക്കിൽ പെട്ടെന്ന് ഫോളോവേഴ്സ് കയറിയപ്പോൾ സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലേ. വേറെന്താ, അപ്പം നമ്മൾ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും എല്ലാം ഒരേപോലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കുറേ കാലം ഉപയോഗിക്കാതായപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ കേട്ടോ. കുറേ കാര്യങ്ങൾ എനിക്കൊന്നും അറിയണില്ലായിരുന്നു, പിന്നെ പഠിച്ചെടുത്തു. അത് പിന്നെ ചെയ്ത് നമ്മൾ പഠിക്കുമല്ലോ. അപ്പം നമ്മൾ മെയിനായിട്ട് പറയേണ്ടത് ആക്റ്റീവ് ആവണം. നമ്മൾ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. ആക്റ്റീവ് ആവുക. പിന്നെ ഇതെന്താ ഇങ്ങനെ ഒരു വെറുപ്പിക്കൽ, ഞാൻ വീഡിയോയിലൊക്കെ പറയുന്നത് തന്നെയാണ്, ഇങ്ങനെ വെറുപ്പിക്കൽ. അത് നമ്മൾക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത് കൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയുന്നത്. എന്തിനാ ഇങ്ങനെ വീഡിയോ ഇടുന്നതെന്ന് വിചാരിക്കല്ലേ. നമ്മളെ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെയൊന്നും അങ്ങനെ ഇടാറില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡെയിലി ഒരു പോസ്റ്റ്, അത്രയേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നില്ല എന്ന് പറഞ്ഞാൽ കുറേ പേര് പറയുന്നുണ്ട്, എന്ത് പറ്റി യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഡെയിലി ഓരോ പോസ്റ്റായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ. പക്ഷേ ഫേസ്ബുക്കിൽ 5-6 പോസ്റ്റ് ഇട്ടേ പറ്റൂ. കാരണം നമ്മുടെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഞാൻ കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നേ. അതിൽ ഈ ടെക് ചാനലൊക്കെ ഉണ്ടാവും. അവരൊക്കെ പറയുന്നത് ഒരു ദിവസം 7 പോസ്റ്റെങ്കിലും ഇടൂ. മറ്റുള്ളവർ എന്ത് വേണിച്ചാലും പറഞ്ഞോട്ടെ, നമ്മുടെ അല്ലേ ആഗ്രഹം, നമ്മൾക്ക് വേണ്ടിയല്ലേ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടണമെങ്കിൽ, നമ്മളൊക്കെ മോണിറ്റൈസേഷൻ ടൂൾ കിട്ടണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം, നമ്മൾ അപ്ലോഡ് ചെയ്യണം. മറ്റുള്ളവർ എന്ത് വിചാരിച്ചോട്ടെ, അവരവിടെ നെഗറ്റീവ് അടിച്ചിരിക്കും.
നമ്മുടെ കാര്യം നേടണമെങ്കിൽ നമ്മൾ ചെയ്യാം. പക്ഷെ ഞാൻ 7-8 പോസ്റ്റ് ഇടല്ല, ഒരു ദിവസം 5 പോസ്റ്റ് ഇടും കേട്ടോ. റീൽസും പിക്കും അത്യാവശ്യമാണ്. അപ്പോൾ അതിടും. അപ്പോൾ എല്ലാവരും ഇതെന്താണ് ഇങ്ങനെ തള്ളി തള്ളി ഇടുന്നുണ്ടല്ലോ ഒരു ദിവസം, എന്തൊരു വെറുപ്പിക്കലാണ് ഈ മേഘ എന്ന് വിചാരിക്കല്ലേ. കാരണം നമ്മൾക്ക് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പെട്ടെന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറിയപ്പോഴേ ഫോളോവേഴ്സ് കയറിയപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമായിട്ടോ, പെട്ടെന്ന് കയറിയപ്പോൾ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണല്ലോ നമ്മൾക്കിത് കിട്ടിയത്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ തേങ്ങ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്ദി. ഇത് വറുത്ത് വെച്ച ഉണക്ക ചെമ്മീനൊന്ന് നല്ല രീതിക്ക് കഴുകിയിടണേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മീൻ ഇടണം. റിംഗിലേക്ക് പെട്ടെന്ന് എന്തോ സംഭവിച്ചു. അതെന്താ വീണ്ടും വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പപ്പടം കാച്ചണം. ഞങ്ങളിങ്ങനെ ഉള്ളൂ. പപ്പടം കാച്ചണം. പിന്നെന്താ ഇന്ന് നല്ലൊരു പിടി പിടിക്കണം. അല്ലാതെ നല്ല മീൻകറി, കൊടുത്തുവൽ, ചക്കുപ്പേരി, പിന്നെന്താ നമ്മുടെ മാങ്ങ ഇഞ്ചി പുളിയുണ്ട്. പപ്പടം കൂടെ കാച്ചിയാൽ ഇന്നത്തെ ലഞ്ച്. ഇനിയിപ്പോൾ അത് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഓഫ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ആ ഒരു മണം അടിപൊളിയായിരിക്കും. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എല്ലാം പുളി, ഉപ്പ്, എരിവെല്ലാം കറക്റ്റാണ്. പിന്നെ ആ എണ്ണയുടെ ടേസ്റ്റും കൂടെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കറികൾ. അപ്പോൾ ഇന്ന് എന്തോ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ തോന്നിയിട്ടോ. വീഡിയോ എടുക്കാൻ തോന്നിയത് ഏട്ടൻ ഞാനിങ്ങനെ മടിച്ചിരിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ശരിയാണല്ലേ, ഞാനിങ്ങനെ കുഴിമടിച്ചാവരുത്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. ശരി എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ യോഗ കഴിഞ്ഞ് വന്നു. അങ്ങനെ പെട്ടെന്ന് ശരി എന്നാൽ പിന്നെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് അല്ലേ ആദ്യം ഞാൻ വിളിച്ചത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം, വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യണം ആദ്യം എന്നൊക്കെ പറയുമ്പോൾ അവള് ശരി എന്ന് പറഞ്ഞു വന്നായിരുന്നേ. പക്ഷെ എനിക്കത് ഇപ്പം തന്നെ മതി. അപ്പം നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആക്കാതെ. ഇപ്പൊ ഉച്ച 1 മണിയാവാനായിട്ട് ഫുഡ് കഴിക്കാനില്ല. അപ്പൊ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊന്നുമില്ല. ഇനി ഫുഡ് കഴിക്കാൻ പോയി കിടന്നുറങ്ങാൻ. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. ചക്കപ്പൊടുത്തോവിൽ ഉണ്ടാക്കുന്നതും മാങ്ങ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. എല്ലാം ഡിലീറ്റ് ചെയ്ത് പോയി. അതുകൊണ്ട് വീഡിയോ അങ്ങോട്ട് ശരിയായില്ല. അതുകൊണ്ടാണ് കേട്ടോ ഉള്ളത് വെച്ച് ഞാൻ പോസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു, ബൈ. നമ്മള് കൂർക്കനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ കൂർക്കില്ല. അപ്പൊ അമ്മ കൊറിയർ ചെയ്യും, വീട്ടിൽ അച്ഛൻ കൊറിയർ ചെയ്യുന്നു പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും കറക്റ്റ് എത്തി. അപ്പൊ കാറിലാ വന്നിരിക്കണ. ഇനി കാറിൽ കുറെ സാധനങ്ങളുണ്ട്, നമുക്ക് എടുക്കാൻ പോവാ. വന്നിട്ടില്ല, അങ്ങനെ പോവാലോ. അപ്പൊ നമ്മള് കുറെ സാധനങ്ങളുണ്ട്. അതന്നെ പപ്പായുണ്ട്, ചൈനുണ്ട്, വാഴക്കൊലയുണ്ട്, കൂർക്കുണ്ട്. ഇനി നാളെ നമുക്ക് അടിപൊളി വീഡിയോ ചെയ്യാലോ. ഗായ്സ് ലുക്ക് അറ്റ് ദിസ്. വലിക്കങ്ങട് അതാ മണ്ണുതാ. ഗായ്സ് ലുക്ക് അറ്റ് ദിസ്. നോക്കട്ടെ അമ്മ കാണിക്ക്.